സയൻസ്, അടയാളങ്ങൾ തിരിച്ചറിയുവാൻ നമ്മുടെ കണ്ണുകൾ തുറക്കണം. പരിശുദ്ധാത്മാവിനെ ഏൽപ്പിക്കപ്പെടണമെങ്കിൽ കീഴടങ്ങുന്നതിനേക്കാൾ വ്യത്യസ്തമായി learn to observe. മോശയോട് ദൈവം പറഞ്ഞു, observe everything that I say. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. ഒബ്സർവേഷൻ, ശ്രദ്ധിക്കുവാൻ കഴിയുന്നവർക്ക് മാത്രമേ ഏൽപ്പിക്കപ്പെടുവാൻ സാധിക്കുകയുള്ളൂ. You don't know what I just mentioned. ഇപ്പോൾ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി, ഉൾക്കൊള്ളുവാൻ സാധിക്കുമെന്ന് എനിക്കറിയത്തില്ല. കീഴടങ്ങുവാൻ എല്ലാവർക്കും സാധിക്കും. അടി കിട്ടിയാൽ കീഴടങ്ങാൻ സാധിക്കും. കുതിരപ്പുറത്തുനിന്ന് നിലത്തു വീണ് കണ്ണു കുരുടായി കൈക്ക് പിടിച്ചാരെങ്കിലും വഴി നടത്തുന്നത് പോലെ സഹായഹീനരായി മാറിക്കഴിഞ്ഞാൽ കീഴടങ്ങുവാൻ സാധിക്കും. എങ്കിലും ഏൽപ്പിക്കപ്പെടണമെങ്കിൽ ഒബ്സർവേഷൻ ഇസ് ഇമ്പോർട്ടന്റ്. ശ്രദ്ധിക്കുവാൻ കഴിയാത്തവർക്ക് ഏൽപ്പിക്കപ്പെടുവാൻ സാധിക്കത്തില്ല. ഉദാഹരണം, ഒരു മുടിയനായ പുത്രൻ ഉണ്ടായിരുന്നു. മുടിയനായ പുത്രൻ ഒരു ദിവസം ശ്രദ്ധിച്ചു. താൻ ശ്രദ്ധിച്ചടാ, എന്റെ വയറ്റിന്റെ അകത്തെ വിശപ്പ് ഇത്രയും ഭയങ്കരമാണ്, എന്റെ പിതാവിന്റെ വീട്ടിൽ ഭയങ്കര സമൃദ്ധിയുണ്ട്. ശ്രദ്ധിച്ചു. He realized some things. ചില കാര്യങ്ങൾ, അടയാളങ്ങൾ തിരിച്ചറിഞ്ഞു. നമ്മളുടെ ജീവിതത്തിൽ അടയാളങ്ങൾ വരുമ്പോൾ നമ്മൾ വിശപ്പിനെ ശാസിക്കും, നമ്മൾ പട്ടിണിയുടെ ഭൂതത്തെ ബന്ധിക്കും, പലതും ചെയ്യും. പക്ഷെ തിരിച്ചറിയത്തില്ല, എടാ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ആവശ്യത്തിന് ആഹാരമുണ്ട്. എൻ്റെ പ്രശ്നം വിശപ്പിന്റെ ബന്ധനത്തെ ബന്ധിക്കുകയല്ല, ആ പോരാട്ടത്തെ ശാസിക്കുകയല്ല, പകരം എൻ്റെ പ്രശ്നം ഞാൻ പിതാവിന്റെ ഭവനത്തിൽ മടങ്ങിച്ചെല്ലണം. അത് തിരിച്ചറിയാത്തിടത്തോളം കീഴടങ്ങി എന്ന് പറഞ്ഞാലും ഏൽപ്പിക്കപ്പെടാൻ സാധിക്കത്തില്ല. നൂന്റെ മകനായ ജോഷുവയുടെ ചരിത്രം മുതൽ, യാക്കോബിന്റെ ചരിത്രം മുതൽ, പത്രോസിന്റെ ചരിത്രം മുതൽ, മോശയുടെ ചരിത്രം മുതൽ ബൈബിളിൽ എവിടെയെങ്കിലും ഉണർവുണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന്, they realized certain things. അവർ ചില കാര്യങ്ങൾ തിരിച്ചറിഞ്ഞു. ഇന്ന് പ്രാർത്ഥിക്കണം, കർത്താവേ തിരിച്ചറിയുവാൻ എൻ്റെ കണ്ണുകൾക്ക് പ്രകാശം തരണം, എൻ്റെ ഹൃദയ ദൃഷ്ടിയെ പ്രകാശിപ്പിക്കണം. ഞാൻ ഒബ്സർവ് ചെയ്യേണ്ടത്, ശ്രദ്ധിക്കേണ്ടത് അടയാളങ്ങൾ, ദൈവശബ്ദം, ദൈവത്തിന്റെ വാക്കുകൾ, അതിന്റെ പൂർണ്ണ ഗൗരവത്തിൽ ശ്രദ്ധിക്കുവാൻ എൻ്റെ കണ്ണുകളെ ഒന്ന് തുറക്കണം.